തിരമാലകളോട് പ്രസംഗിച്ച പ്രതിഭാശാലി. പുരാതന ഗ്രീസിലെ ഏഥൻസിൽ BC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പ്രഭാഷകനായിരുന്നു ദെമോസ്തെനീസ്. അറിയപ്പെടുന്നത് തന്നെ പ്രഭാഷണ കലയുടെ കുലപതി എന്നാണ്. അത്രയ്ക്ക് പ്രശസ്തിയും പ്രസിദ്ധിയും ആർജിച്ചു. ഭരണാധികാരിയുടെ ശക്തിയെ വെല്ലുന്നതാണ് തന്റെ പ്രഭാഷണത്തിന്റെ ശക്തിയും സ്വാധീനവും എന്ന് തെളിയിച്ചു. ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമാണ് പുരാതന ഏഥൻസ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. തന്റെ പ്രഭാഷണങ്ങളിൽ കൂടി ജനാധിപത്യത്തിന്റെ ഔന്നിത്യവും മേന്മയും എടുത്തുകാട്ടി ഏഥൻസ് പൗരാവലിയെ ബോധവൽക്കരിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ദെമോസ്തെനീസ് വഹിച്ചു. അതുമൂലം ഭരണാധികാരിയായിരുന്ന ഫിലിപ്പ് രാജാവിന്റെയും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ അലക്സാണ്ടറുടെയും എതിർപ്പും ശത്രുതയും ഏൽക്കേണ്ടി വന്നു. മാത്രമല്ല, കുറെ കാലത്തേക്ക് നാട് കടത്തപ്പെടുവാനും ഇടയായി. ഫിലിപ്പ് രാജാവിനെയും രാജഭരണത്തെയും നിശിതമായി വിമർശിച്ചു. അവസാനം ആ രാജാവ് തന്നെയും ദെമോസ്തെനീസിനെ പറ്റി സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾക്ക് ലോകം മുഴുവൻ പിടിച്ചടക്കാൻ കഴിഞ്ഞാലും ദെമോസ്തെനീസിന്റെ പ്രഭാഷണത്തെ പരാജയപ്പെടുത്താവുന്നതല്ല. പ്രഭാഷണ കലയിൽ ഇത്ര പ്രാഗൽഭ്യവും പ്രശസ്തിയും ആർജിച്ചത് എങ്ങനെയെന്ന് അറിയുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. പ്രസംഗ കലയിൽ ആവേശവും ഉത്സാഹവും ഉണർത്തുവാൻ സഹായിച്ചെന്നും വരാം. ദെമോസ്തെനീസ് ജന്മനാ ചില വൈകല്യമുള്ളവനായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം, ആരോഗ്യം തീരെയില്ലായിരുന്നു. കൂടെ പല രോഗങ്ങൾ അലട്ടി. സംസാരിക്കുന്ന പ്രായമായപ്പോൾ വിക്കി മാത്രമേ പറയാൻ കഴിഞ്ഞുള്ളൂ. സംസാരിക്കാൻ വായ് തുറക്കുമ്പോൾ തന്നെ വാക്ക് വായിൽ തടയും. നീണ്ട വാചകങ്ങൾ പറയാൻ കഴിയുമായിരുന്നില്ല. ഒരു വാചകം പൂർത്തിയാക്കാൻ ഏറെ സമയമെടുക്കും. കേട്ടു നിൽക്കുന്നവർക്ക് അരോചകമായി തോന്നും. അവന്റെ സഹപാഠികൾ പലപ്പോഴും പരിഹസിക്കുകയും ആക്ഷേപിച്ച് അനുകരിക്കുകയും ചെയ്യുമായിരുന്നു. ആശയങ്ങളിലും ചിന്തകളിലും മുന്തി നിന്നതുകൊണ്ട് പല സതീർത്ഥർക്കും പ്രസംഗം എഴുതി കൊടുക്കുമായിരുന്നു. എന്നാൽ സംസാരത്തിലുള്ള തന്റെ വൈകല്യത്തെ അതിജീവിച്ച് ഒരു നല്ല വാഗ്മിയായി തീരണമെന്ന ആഗ്രഹം അവനിൽ ജ്വലിച്ചു നിന്നു. പ്രത്യേകിച്ച് ഏഥൻസിൽ ഒരു ഉജ്ജ്വല വാഗ്മി പ്രസംഗിച്ചത് കേട്ടപ്പോൾ എന്തുകൊണ്ട് തനിക്കും അതുപോലെ ആയിക്കൂടാ എന്ന ചിന്ത ശക്തമായി ഉയർന്നു. ഒരു കാര്യം സാധിക്കണമെങ്കിൽ ശക്തമായ ആഗ്രഹവും എന്ത് ത്യാഗവും സഹിച്ച് അത് നേടാനുള്ള സ്ഥിര പരിശ്രമം ആവശ്യമാണ്. ഒരു നല്ല പ്രഭാഷകനാകണമെന്ന ചിന്ത ഒരു ജ്വരം പോലെ ബാധിച്ചു. പിന്നീട് അതിനുള്ള അക്ഷീണ പരിശ്രമം ആരംഭിച്ചു. വിക്കിനെ അതിജീവിക്കുവാൻ വായിൽ ചെറിയ പാറക്കല്ലുകൾ ഇട്ടുകൊണ്ട് സംസാരിക്കും. കടൽ തീരത്ത് കൂടി ഓടുമ്പോൾ തിരമാലകളുടെ ശബ്ദത്തെ ഭേദിക്കത്തക്കവണ്ണം ഉച്ചത്തിൽ വാചകങ്ങൾ ഉരുവിടും. വിജനസ്ഥലത്ത് ഉയർന്ന കുന്നിലേക്ക് വേഗത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കൊണ്ട് ശ്വാസത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു. ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് നീണ്ട വാചകങ്ങൾ തടസ്സം കൂടാതെ ഉരുവിടുവാൻ ഉത്സാഹിച്ചു. ഇങ്ങനെ നിരന്തരമായ പരിശ്രമവും കഠിന യത്നവും കൊണ്ട് പ്രഭാഷണ കലയെ കീഴടക്കുവാൻ കഴിഞ്ഞു. ദെമോസ്തെനീസിന്റെ വിജയഗാഥ ആവേശമുണർത്തുന്നതാണ്. ശാരീരികമായ പരിമിതികളും പരാധീനതകളും ഉണ്ടെങ്കിലും അതിൽ നിരാശ ബാധിച്ച് നിഷ്ക്രിയരും നിസ്സംഗരുമായി തുടരുകയല്ല, നിശ്ചയദാർഢ്യത്തോടെ ലക്ഷ്യപ്രാപ്തിക്കായി കഠിന പ്രയത്നം ചെയ്യണമെന്ന സന്ദേശം നൽകുകയായിരുന്നു. ഉജ്ജ്വല വാഗ്മികളായി തീർന്ന പലരും പെട്ടെന്ന് ആ നിലയിലെത്തിയതല്ല, നിരന്തരമായ പരിശ്രമത്തിൽ കൂടിയാണ്. ആദ്യം ചില പരാജയങ്ങൾ ഉണ്ടാകാം, പക്ഷേ നിരാശപ്പെടാതെ വീണ്ടും ഉത്സാഹിച്ചു മുന്നേറണം. ചിലർ പ്രസംഗം ഒരുക്കിയ ശേഷം നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രയോഗിച്ചു നോക്കും. അപ്പോൾ അംഗവിക്ഷേപങ്ങളും ശരീരഭാഷയും എപ്രകാരം യോജിച്ചു പോകുന്നു എന്ന് ബോധ്യമാകും. മഹാനായ വിൻസ്റ്റൺ ചർച്ചിൽ ഉജ്ജ്വല വാഗ്മിയായിരുന്നു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ നിലക്കണ്ണാടിയുടെ മുമ്പിലെ പ്രയോഗം നടത്തിയിരുന്നു. ഏവർക്കും പ്രചോദനം നൽകുന്ന സന്ദേശമാണ് ദെമോസ്തെനീസ് നൽകുന്നത്. ഏതെങ്കിലുമൊക്കെ വൈകല്യങ്ങളോ പോരായ്മകളോ ഇല്ലാത്തവരുണ്ടാകുകയില്ല. പക്ഷേ നാം പുലർത്തുന്ന മനോഭാവവും അവലംബിക്കുന്ന സമീപനവുമാണ് പ്രധാനം.
നിഷേധ ചിന്തകൾ കിടകൊടുക്കരുത്. അത് നമ്മെ നിഷ്ക്രിയരും നിരുത്സാഹികളുമാക്കി തീർക്കും. അസാധ്യമെന്ന വാക്ക് ഉത്സാഹത്തെ കെടുത്തുന്നതാണ്. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാളിൽ ആ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്നെ ശക്തനാക്കുന്നവൻ നിമിത്തം ഞാൻ സകലത്തിനും മതിയാകുന്നു. സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിക്കാതെ അനുസ്യൂതം നമുക്കായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവദത്തമായ താലന്തുകളെ പരമാവധി പ്രയോജനപ്പെടുത്തണം. പരാജയങ്ങൾ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കുവാൻ സാധിക്കണം. ശുഭാപ്തി വിശ്വാസം അതിനാവശ്യമാണ്. ഇന്ന് പൊതുവെ നമ്മെ ബാധിക്കുന്നത് പരാജയബോധവും ഒന്നും നേരെയാവുകയില്ല എന്ന നിഷേധാത്മക ചിന്തയുമാണ്. അത് മാറ്റിയേ മതിയാവൂ. ആത്യന്തികമായി നന്മ വിജയിക്കുമെന്നും സ്ഥിരോത്സാഹത്തോടെ പ്രയത്നിച്ചാൽ പരാജയത്തെ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഭാവം നാം ഉൾക്കൊള്ളണം.